അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തുളസി ഇല വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ കൃഷ്ണ തുളസി ഇലയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറിലാണ് കൃഷ്ണ തുളസി ഇല ഇരിക്കുന്നത്. ഈ കൃഷ്ണ തുളസി ഇലയിലാണ് കുറച്ചും കൂടെ ഔഷധ ഗുണം കൂടുതലുള്ളത്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ തുളസി ഇല. തുളസി ഇലയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്, ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങൾ സുഖപ്പെടുത്താനും തലമുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ തുളസി ഇല. അതുപോലെ തന്നെ പനി, കഫക്കെട്ട്, ജലദോഷം, തലവേദന മാത്രമല്ല പലതരത്തിലുള്ള അസുഖങ്ങളെ ചെറുത്തു നിർത്താനും അതുപോലെ രക്തശുദ്ധീകരണത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ തുളസി ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തുളസിയില വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തുളസിയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഹോളുള്ള തുളസിയിലൊന്നും എടുക്കരുത്. നല്ല ഇല വേണം എടുക്കാനായിട്ട്. ഇതുപോലത്തെ നല്ല ഇല നോക്കി എടുക്കാം. ഇതുപോലെ തണ്ടിൽ നിന്ന് നമുക്കിതുപോലെ എടുക്കാം. അപ്പം ഇങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ വരുന്നില്ലേ, അത് ഞെട്ടോട് തന്നെ ഇങ്ങനെ എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഇലയും എടുക്കാം. തുളസി ഇലയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട തുളസി ഇല 250 ml കപ്പിന് 2 കപ്പ് തുളസി ഇലയാണ്. സ്ഥിരം ഒരു ജാറിലേക്ക് തുളസി ഇല ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് തുളസി ഇലയും കൂടി ഇടാം. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിൻ്റെ അളവിൽ തുളസിയിലയും വെള്ളമൊക്കെ അളന്നിട്ടെടുക്കുക. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അളവിനായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ തുളസി ഇല നല്ലതുപോലെ ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്ത തുളസി ഇല ഒന്ന് അരിച്ചൊഴിക്കാം. ഒരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ തുളസിയിലയുടെ ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഹോളുള്ള അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ. ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാം, അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി എടുക്കുന്ന സമയത്ത് വറുത്ത ഒട്ടും തരിയൊന്നുമില്ലാത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ കോൺഫ്ലോർ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൽ ചെയ്യാം. അരിപ്പൊടിയായിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് 1/4 കപ്പ് അരിപ്പൊടി എടുക്കാം. കോൺഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കോൺഫ്ലോർ എടുത്താൽ മതി. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കലക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1/4 കപ്പ് തിളപ്പിച്ച് ആറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ച് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് പാലൊഴിച്ച് കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കുക. എന്നിട്ട് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കുക. ബാക്കി പാലും കൂടി ഫുള്ളായിട്ടങ്ങ് ഒഴിക്കാം. ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു നൂൽപ്പാവൊന്നും ആയി പോരുത്. ജസ്റ്റ് പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മൾ എടുത്തു വെച്ച തുളസി ഇലയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് 1 കപ്പാണ്. 250 ml കപ്പിന് 1 കപ്പ് തുളസി ഇലയുടെ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളക്കട്ടെ. ഇപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 3/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും ഒന്ന് തിളക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സിൽ പാലും ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ അടിയിൽ ചെന്ന് കട്ട കെട്ടി കിടക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോകും. ഫ്ലെയിം കുറച്ചിട്ട് വേണം കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. ഒന്ന് കുറുകി വരുന്ന സമയം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറുകി വന്നപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഇനി ഇത് സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാം കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് ഇതാക്കി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കുറുകി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റും. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്നത് വരെ നല്ല ഉരുണ്ട് ബോൾ പോലെ വിട്ട് വരണം. അതുവരെയും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് കുറുകി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കി സെറ്റ് ചെയ്യാൻ വെക്കരുത്. ഇതൊന്നും ആയിട്ടില്ല. കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയല്ല, അല്ലാതെ പൊടിച്ചിട്ടെടുത്തതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 തല്ലി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് ബദാം വേണമെന്നുണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഡ്രൈ നട്ട്സ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തുളസിയില വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ തുളസിയിലയുടെ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം തോന്നും. പക്ഷേ ഒരു ചവർപ്പോ ഒന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെള്ള എള്ളാണ്. വെളുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും, ഇടയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. കുറച്ച് സമയം എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ തുളസിയില വെച്ചിട്ട് പനിക്കാപ്പിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. പക്ഷേ ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കാം. മഴയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ തുളസിയില കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ആയിട്ടില്ല. പാനിൽ നിന്ന് വിട്ട് നല്ല ഉരുണ്ട് ബോൾ പോലെ വരണം. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ലാസ്റ്റിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴേ ആ തുളസിയിലുള്ള ചവർപ്പൊക്കെ ഒന്ന് മാറുള്ളൂ. കണ്ടില്ലേ, പാനിൽ നിന്ന് നെയ്യ് ചേർത്ത് കൊടുത്തപ്പോൾ ഇതാ ഒന്ന് വിട്ട് വരുന്നുണ്ട്. 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ പാനിൽ നിന്ന് ഇതാ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉരുണ്ട് വരണം. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം
ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുത്തു. എള്ളിട്ട് കൊടുത്തിട്ട് നടുഭാഗത്തായിട്ട് 6 കശുവണ്ടിയും കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല, വെറുതെ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്താലും മതി. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ആ ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ലെവൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോവും. അപ്പോൾ അതെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂട് നല്ലോണം ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഹൽവയുടെ ചൂടൊക്കെ നല്ലതുപോലെ എന്താ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുളസി ഇല വെച്ചിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഹൽവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്തതിൽ നിന്നും ഈ പീസ് അങ്ങ് എടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ആ തുളസിയിലയുടെ ചവർപ്പോ അല്ലെങ്കിൽ തുളസിയിലയുടെ മണമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം തുളസിയില വെച്ചിട്ട് ഹൽവ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇപ്പം കണ്ടില്ലേ, നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് നല്ല സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ തുളസിയില വെച്ചിട്ടുള്ള ഹൽവ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്